പക്ഷെ ഓല സംഭവിച്ച സമയത്ത് ഭയങ്കര ദയനീയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണരുത് അല്ലെങ്കിൽ കേൾക്കരുത് എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും, പ്രയാസമുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കൺമുന്നിലൂടെ ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വാൽപ്പാറയിലുണ്ടായ ദുരന്തം കേരള മനസാക്ഷിയെ വല്ലാതെ സങ്കടപ്പെടുത്തിയ വലിയൊരു ദുരന്തമായിരുന്നു. 9 പേർ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ വിധിയുടെ ക്രൂരമായ കളി കൊണ്ട് ഒരു കൂട്ടം മനുഷ്യരുടെ ചിരിയും പ്രതീക്ഷകളും വലിയൊരു താഴ്ചയിലേക്ക് വീണുടയുന്നത് കാണേണ്ടി വരുന്നത് എത്ര വലിയ ദുരന്തമാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 17, 2026, ഒരുപക്ഷെ കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരിക്കും. വാൽപ്പാറയിലെ ആ വളവുകൾ ഇന്നൊരു നാടിൻ്റെ ആകെ കണ്ണീരായി മാറുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള പാക്പാറമ്മൽ GLP സ്കൂൾ, ആ സ്കൂളിലെ അധ്യാപകർക്കും ജീവനക്കാർക്കുമെല്ലാം കഴിഞ്ഞ ദിവസം ഒരു സന്തോഷത്തിൻ്റെ, ഒരു ആനന്ദത്തിൻ്റെ ദിവസമായിരുന്നു. പരീക്ഷാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് വേനലവധി ആഘോഷിക്കാൻ തങ്ങളുടെ സ്കൂളിലെ പ്രിയപ്പെട്ട സഹപാഠികളായ ഒരു കുടുംബം പോലെ താമസിച്ച പ്രിയപ്പെട്ട അധ്യാപകർ കുറച്ചു നേരം ഒന്ന് അടിച്ചു പൊളിക്കാൻ ഒരു വിനോദയാത്ര പുറപ്പെടുന്നു. ഇന്നലെ പുലർച്ചെ വലിയ സന്തോഷത്തോടു കൂടിയാണ് പെരിന്തൽമണ്ണിൽ നിന്നും അവർ യാത്ര തിരിച്ചത്. ചാലക്കുടി കടന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മലക്കപ്പാറയുടെ തണുപ്പിലൂടെ അവർ വാൽപ്പാറയിലേക്ക് യാത്രയായി. ആ വാഹനത്തിൽ കുട്ടികളുണ്ടായിരുന്നു. വർഷങ്ങളായി ഒരു സ്കൂളിൽ ഒരു കുടുംബം പോലെ കഴിഞ്ഞ പ്രിയപ്പെട്ട അധ്യാപകരും ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ആ യാത്രയുടെ അവസാനം ഇത്രയധികം വലിയൊരു ദുരന്തമായി മാറുമെന്ന്, ഇത്രയധികം വലിയൊരു വേദനയായി മാറുമെന്ന് അവർ ഒരിക്കലും കരുതി കാണില്ല. ഈ ഒരു ദുരന്തം നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആ വാഹനത്തിൽ ആ അധ്യാപകർ സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് എത്തുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായി തിരിച്ചൊരു വിനോദയാത്രയുടെ ടെമ്പോ ട്രാവലറിനകത്തുള്ള ദൃശ്യങ്ങളാണ്. ഒരു സ്കൂൾ കഴിഞ്ഞു, ഒരു അധ്യയന വർഷം കഴിഞ്ഞു. അടുത്ത അധ്യയന വർഷത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള വേനലവധിയാണ്. ആ അവധി ആഘോഷിക്കാനായി തിരിച്ച അധ്യാപകരും, ഒരു സ്കൂളിലെ 7 അധ്യാപകരും ഒപ്പം തന്നെ അവിടുത്തെ മറ്റ് സ്റ്റാഫും ഒക്കെ ആയിട്ട് തിരിച്ച യാത്രയാണ്. 13 പേരുണ്ടായിരുന്നവരാകെ, ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ട്രാവലറിനകത്ത് നിന്ന് അവർ പലർക്കായിട്ട് അവർ കൂടെയുള്ള സഹപ്രവർത്തകർക്കും നാട്ടിലെ സുഹൃത്തുക്കൾക്കൊക്കെ ഫോട്ടോസും സെൽഫിയും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. 4:30 വരെ അവർ ഫോട്ടോയൊക്കെ അയച്ചിരുന്നു എന്ന് നേരത്തെ നമ്മളോട് സംസാരിച്ച ഒരു ചേച്ചിയൊക്കെ അവിടെ നിന്ന് സംസാരിക്കേണ്ടായിരുന്നു. 5:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് കണക്കാക്കുന്നത്. 5:15 5:20 ഇടയിലുള്ള സമയത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഉറങ്ങുന്ന സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്തിലാണ്, കുറച്ച് വിശ്രമത്തിലാണ് എല്ലാവരുമുള്ള ആ സമയത്തെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയായിരുന്നു. ആഘോഷത്തോടെ, സമാധാനത്തോടെ കുറച്ചു കാലം, ഇത്രയും ദിവസങ്ങളൊക്കെ ജോലി ചെയ്തു. ഇനി സമാധാനത്തോടെ സ്കൂളിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. അവധി ആഘോഷിക്കാനായി തിരിച്ച അധ്യാപകരാണ്. അവരിൽ ചിലരുടെ മക്കളും ഉണ്ടായിരുന്നു. സുഹറ ടീച്ചർക്കൊക്കെ ജീവൻ നഷ്ടമാകുമ്പോൾ ടീച്ചറുടെ കുഞ്ഞും ടീച്ചറുടെ മകനും ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നടന്നിരിക്കുന്നത്. ഒരു സ്കൂളിൽ, ഒരു LP സ്കൂളിൽ ആകെ എത്ര അധ്യാപകരുണ്ടാകും നമുക്കറിയാം. അതിലുള്ള 7 പേർക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു, ആയെയും മരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അത്രയും ഉൾക്കൊള്ളാനാവില്ലേ. വാൽപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയോടുകൂടി അവർ പൊള്ളാച്ചി വഴി തിരിച്ചു മടങ്ങാൻ തീരുമാനിക്കുകയാണ്. വാൽപ്പാറയിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോഴുള്ള 40 ഹെയർപിൻ വളവുകൾ, അങ്ങനെ 13ാം ഹെയർപിൻ വളവിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു അപകടമുണ്ടാകുന്നത്. നിയന്ത്രണം വിട്ട വണ്ടി റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയും തകർത്ത് വലിയൊരു താഴ്ചയിലേക്ക് പതിക്കുകയാണ്. 13ാം വളവിൽ നിന്നും തെറിച്ചു വീണ വാഹനം ചെന്ന് വീണത് 9ാമത്തെ വളവിലാണ്. അതിൽ നിന്നും ആ ഒരു അപകടത്തിൻ്റെ ആ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ആ വാഹനം ഇങ്ങനെ തെറിച്ചു വീഴുന്ന സമയത്ത് ആ വാഹനത്തിലുണ്ടായിരുന്ന അധ്യാപകരുടെയും ആ കുട്ടികളുടെയും ഒക്കെ ആ സമയത്തുള്ള ആ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപകടത്തിൽ മരണപ്പെട്ടവർ ഇവരാണ്. 54 വയസ്സുള്ള അജിത, 52 വയസ്സുള്ള റംല, 43 വയസ്സുള്ള സുഹറ, 41 വയസ്സുള്ള ആഷ, 37 വയസ്സുള്ള ഷക്കീര, 43 വയസ്സുള്ള മജീദ്, 39 വയസ്സുള്ള റുക്കിയ, 45 വയസ്സുള്ള സാജിദ, 12 വയസ്സുള്ള ഹിഷാം. 13 പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 9 പേർ മരണപ്പെട്ടു. ആ 9 പേരിൽ 2 പിഞ്ചു കുട്ടികളുണ്ട്. ഇതിൽ ആ വാഹനത്തിൻ്റെ ഡ്രൈവർ മുഹമ്മദ് ഫാസിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പരിക്കേറ്റ് ചികിത്സയിലാണ്. ആ ചെറുപ്പക്കാരൻ്റെ പ്രായമെന്ന് പറയുന്നത് 21 വയസ്സാണ്. നോക്ക്, 21 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ
ഡ്രൈവിങ്ങിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, നിങ്ങളൊരു യാത്ര പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള അപകട സാധ്യതയുള്ള മേഖലകളിൽ, ഇതുപോലെയുള്ള വലിയ വളവുകളും ഹെയർ പിന്നുകളുമുള്ള ഇത്തരം അപകടം നിറഞ്ഞ മേഖലകളിലൊക്കെ നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത് വർഷങ്ങളായി വാഹനം ഓടിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാരെ നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം ഒരു ഡ്രൈവറിൻ്റെ കയ്യിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ. നിങ്ങളെയും കാത്ത്, നിങ്ങളെയും പ്രതീക്ഷിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പാങ് സ്കൂളിലെ അധ്യാപകർക്ക് വേണ്ടപ്പെട്ടവരാണ് മരണപ്പെട്ടു പോയത്. ആ സ്കൂളിൻ്റെ മുറ്റം ഇനി എന്ന് ചിരിച്ചു തുടങ്ങുമെന്ന് ആർക്കും അറിയില്ല. അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ ഇനി തിരിച്ചു വരികയുമില്ല. 4 പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ, പരിപൂർണമായ ആരോഗ്യം തിരിച്ചു കിട്ടാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നോക്കിയൊരു അപകടം നടന്ന സമയത്ത് അതിൻ്റെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു സഹോദരൻ വളരെയധികം നെഞ്ചു പൊട്ടിക്കൊണ്ട് സങ്കടത്തോടു കൂടി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കണ്ണു നിറഞ്ഞുകൊണ്ടുള്ള ആ സഹോദരൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ആരുടെയും ഹൃദയം പിടഞ്ഞു പോകും. നമ്മളത് കാണുന്നത് ഇവരെ 16-ാം വളവെന്ന് നമ്മളിവരെ കണ്ടിട്ടുണ്ട്. 16-ാം വളവെന്ന്. അപ്പോൾ അന്നേരം ഇവർ നമ്മളെ മുമ്പിലൂടെ കവർ ചെയ്ത് പോയി. അപ്പോൾ നമ്മളവിടെ സെൽഫി എടുക്കുന്നു, ഓലവിടെ അന്നേരം സെൽഫി എടുക്കണ്ടേ. അപ്പോൾ ഓരോ കയ്യിൽ ചെമ്പും പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ 14 എത്തിന് പോലും 13 ഉണ്ട്. 13 എന്നാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കണേ. 13 എന്നാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കണേ. അപ്പോൾ ശബ്ദം ഒരു കരച്ചിലെ ശബ്ദമാണ് കേട്ടെ. പിന്നെ ഒരു വീണ ശബ്ദം. പോയി നോക്കുമ്പത്തിന് വണ്ടി താഴെ കൊക്കയിൽ കിടക്കുകയാണ്. പക്ഷെ അതുപോലെ ആ സംഭവിച്ച സമയത്ത് ഭയങ്കര ദയനീയാണ്. അപകടം നടന്ന ഉടൻ തന്നെ അവിടുത്തെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും അവിടുത്തെ സർക്കാരുമൊക്കെ നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ പൊള്ളാച്ചിയിലാണ്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അവരുടെ ഓരോ മയ്യത്തുകളും നാട്ടിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആ വീട്ടുകാർക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാനാകുമെന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. നോക്കൂ, യാത്രകൾ എന്നുള്ളത് എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നവയാകണം. പക്ഷെ ചില സമയത്തുള്ള നമ്മുടെ ആവേശം ഒരു നിമിഷം പോലും അശ്രദ്ധയിലേക്ക് മാറരുത്. ഒരു സ്കൂളിൻ്റെ അധ്യാപകർ എന്നുള്ളത് ഒരു നാടിൻ്റെ നട്ടെല്ലാണ്. അവരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്.